അസ്സലാമു അലൈക്കും. തന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ അവനിങ്ങ് പോയതും റസിയക്ക് വല്ലാതെ സങ്കടം വന്നു. അവളുടെ കരച്ചിൽ പുറത്തേക്ക് ചാടി. വിതുമ്പി വിറക്കുന്ന ചുണ്ടുകളെ ഉള്ളിലേക്ക് കടിച്ചു പിടിച്ചവൾ സങ്കടം ഒതുക്കി. അതേ നിമിഷം തന്നെയാണ് പാതി തുറന്നു വെച്ച വാതിലിനരികിൽ അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അത്രമേൽ ഭംഗിയുള്ളൊരു ചിരിയോടെ. ആ പുഞ്ചിരി കണ്ടതും റസിയയുടെ നനവുള്ള ചുണ്ടുകൾ വിടർന്നു പോയിരുന്നു. ആ നിമിഷം അവൻ്റെ കാപ്പിക്കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നത് അവൾ അറിഞ്ഞുവെങ്കിലും തൊട്ടടുത്ത നിമിഷം സങ്കടം സഹിക്കവയ്യാതവൾ ജനാലയുടെ നേരെ മുഖം തിരിച്ചു നിൽപ്പായിരുന്നു. എന്നെ വഴക്ക് പറഞ്ഞില്ലേ, കരയിച്ചില്ലേ, അവഗണിച്ചില്ലേ? ആ ചിരി കാണണ്ട എനിക്ക്. മിണ്ടണ്ടെന്നോട്. അവളുടെ ഉള്ളിൽ പരിഭവങ്ങൾ കുന്നുകൂടി. എന്നോട് പിണങ്ങി നിൽക്കുകയാണോ കുഞ്ഞോളെ? അവൻ്റെ മാന്ത്രിക സ്വരം അടുത്ത് കേട്ടിട്ടും റസിയ അവനെ തിരിഞ്ഞു നോക്കാതെ അതേ നിൽപ്പ് നിന്നു. തൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരിയുന്ന പെണ്ണിനോട് ഷിബിലിക്കൊരു കൊച്ചുകുട്ടിയോടെന്ന പോലെ അലിവും വാത്സല്യം തോന്നിയിരുന്നു. ആ നിമിഷം അവൻ അവളുടെ ഇരുതോടലും പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി. റസിയ അവനെ നോക്കാതെ ഇരു കൈയും കൊണ്ട് മുഖം മറിച്ചു തേങ്ങിക്കരിഞ്ഞു. ഡീ പൊട്ടിക്കാളി, ഞാൻ വെറുതെ ഒന്ന് അഭിനയിച്ചതിനാണോ ഇത്രയും സങ്കടം? അങ്ങനെയാണെങ്കിൽ നിൻ്റെ കണ്ണുനീര് കുറേ വേസ്റ്റ് ആവുമല്ലോ മോളെ. അവൻ കള്ളച്ചിരിയോടെ അവളുടെ മുഖം മറച്ച കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. അവളുടെ കരഞ്ഞു ചുവന്ന മുഖം അവൻ കണ്ടു. നീണ്ട പീലികളുള്ള വലിയ കണ്ണുകൾ, വരച്ചു വെച്ചതുപോലെയുള്ള മുഖം, ചെമ്പരത്തെ ചുവപ്പുള്ള ചുണ്ടുകൾക്ക് താഴെ കറുത്തൊരു കുഞ്ഞുപുള്ളി, കടിച്ചെടുക്കാൻ തോന്നുന്ന തുടുത്ത കവിളുകൾ. ഉഫ്, എന്തൊരു ഭംഗിയാണ് ഈ പെണ്ണിനെ. അവൻ്റെ കണ്ണുകൾ ആ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. ഒരു വേള മോശമായ ചിന്തകൾ അവൻ്റെ മനസ്സിനെ കീഴടക്കാൻ തുടങ്ങിയതും അവനൊന്ന് തല കുടഞ്ഞു. എന്നെ വഴക്ക് പറഞ്ഞില്ലേ ഷിബിക്ക? എനിക്ക് വല്ലാതെ സങ്കടമായി. റസിയ അടഞ്ഞൊരു ശബ്ദത്തിൽ ഇടർച്ചയോടെ പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറച്ചു. അത് ശരി, കുറച്ച് സങ്കടം വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. നീ എന്താ എന്നോട് പറഞ്ഞത്? നിഷ്വയെ വിവാഹം കഴിക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ എനിക്ക് എന്തുമാത്രം സങ്കടം വന്നെന്നറിയോ? പരിഭവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേൾക്കെ റസിയ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിഭവം അവളിൽ നോവുണർത്തി. എന്നെ കല്ലുകൊണ്ടാണോ പഠിച്ചത് റസിയ? നീ എന്താ വിചാരിച്ചത്? ഈ കാണുന്ന ശരീരത്തിനുള്ളിലും എനിക്കൊരു ഹൃദയമുണ്ട്. റസിയ എന്നോട് നിഷ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു. ആണായിപ്പോയില്ലേ? എനിക്ക് നിന്നെപ്പോലെ നിന്ന് കരയാൻ പറ്റൂലല്ലോ. സോറി ഷിബിക്ക, ഞാൻ ആ കുട്ടിയുടെ സങ്കടം കണ്ടപ്പോൾ അറിയാതെ. ഇനി ഞാൻ അങ്ങനെ പറയില്ല, ആർക്കും കൊടുക്കില്ല ഞാൻ എന്നും പറഞ്ഞവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൾ തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുകയാണെന്ന് അറിഞ്ഞിട്ടും ഷിബിലി അവളെ ചേർത്ത് പിടിച്ചു. 1-2 നിമിഷം അവരെ അതേ നിൽപ്പ് നിന്നു. പിന്നെ ഷിബിലി പതുക്കെ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഇനി കരയില്ലേടി, ഞാൻ മിണ്ടിയില്ലേ? ഇനിയും ഈ കണ്ണ് നിറയുന്നത് കണ്ടു നിൽക്കാൻ വയ്യ എനിക്ക്. നീ കരയുമ്പോൾ എൻ്റെ നെഞ്ച് പൊള്ളുക. അവളുടെ തലയിൽ തലോടി പറയുമ്പോൾ അവൻ്റെ ശബ്ദം സാന്ദ്രമായി. റസിയുടെ കവിളിലേക്ക് പടർന്ന കണ്ണുനീർ അവൻ തുടച്ചു മാറ്റി. ഒത്തിരി ഇഷ്ടമാണ് പെണ്ണെ എനിക്ക് നിന്നെ. മറ്റാർക്ക് വേണ്ടിയും നിന്നെ വിട്ടുകൊടുക്കില്ല ഞാൻ. നീ എൻ്റേതാ, എൻ്റേത് മാത്രം. അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി ഒരു കാറ്റുപോലെ നേർത്തൊരു സ്വരത്തിൽ അവൻ പറഞ്ഞു. അവനോടിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ റസിയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. ഉയർന്നു വരുന്ന അവളുടെ നെഞ്ചെടുപ്പ് പോലും ആസ്വദിച്ചുകൊണ്ട് ഷിബിലി ആ വട്ടമുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളെ വട്ടുകളിപ്പിക്കാനും ആ മുഖത്തെ പരിഭ്രമം കാണാനും അവൻ്റെ ഉള്ളം കൊതിച്ചു. നല്ല നിലാവുള്ള രാത്രിയാട്ടോ. നിന്നെപ്പോലെ ഒരു സുന്ദരി കൊച്ച് ഇങ്ങനെ എൻ്റെ അരികിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു പെണ്ണെ. മന്ത്രം പോലെയുള്ള അവൻ്റെ സ്വരം കേൾക്കി റസിയ പരിഭ്രമിച്ചുകൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി. ഇന്നോളം അവനിൽ കണ്ടിട്ടില്ലാത്തൊരു കുസൃതി ആ മുഖത്ത് ഇടം പിടിച്ചിരിക്കുന്നത് അവൾ കണ്ടു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ അവൾക്ക് നാണമായി. ഷിബിക്ക പോയിക്കോ, ഞാൻ ഉറങ്ങട്ടെ. അവനോടൊപ്പം നിൽക്കാൻ കുതിക്കുന്ന മനസ്സിനെ ശാസിച്ചവൾ അവനെ പറഞ്ഞു വിടാൻ ധൃതി കൂട്ടി. അയ്യടാ, അങ്ങനെ ഇപ്പം നിന്നെ ഞാൻ ഉറക്കുന്നില്ലെങ്കിലോ? എന്നെ സങ്കടപ്പെടുത്തിയതിന് ചെറിയൊരു പണിഷ്മെൻ്റ് ഉണ്ട് നിനക്ക്. അവൻ്റെ ചുണ്ടിലെ ചിരിമാന് അവിടെ ഗൗരവം തെളിഞ്ഞു. എന്ത് പണിഷ്മെൻറ്റ്? റസിയ പതിയെ ചോദിച്ചു. അവൻ വീണ്ടും തന്നോട് ദേഷ്യപ്പെടാൻ പോവാണോ എന്നൊരു ഭയമായിരുന്നു അവളുടെ മനസ്സിൽ. പൊടുന്നുടനെ ഗൗരവം നിറഞ്ഞ അവൻ്റെ മുഖത്തെ കുസൃതി വിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ പോലും കള്ളച്ചിരി പൊഴിച്ചു. എനിക്കൊരു ഉമ്മ തരുമോ? കുസൃതിയോടെയുള്ള അവൻ്റെ ചോദ്യം കേൾക്കെ റസിയയുടെ ഉടലൊന്ന് കോരിത്തരിച്ചു. അത്രമേൽ മനോഹരമായ ഇളം പുഞ്ചിരിയോടെ അവൻ്റെ നോട്ടം
താങ്ങാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു. ഒന്ന് മതിയാവോ? എവിടെ നിന്നോ ഒരു പരുക്കൻ ശബ്ദം കേട്ട് ഷിബിലിയും റസിയും ഒരുമിച്ച് നെട്ടലോടെ തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഒരു പുതപ്പം പിടിച്ച് നിൽപ്പുണ്ട് ഐഷുമ്മ. ഉമ്മയുടെ ഒരുമാതിരി കൂർത്ത നോട്ടവും ചോദ്യവും ഷിബിലിക്ക് വല്ലാതെ ജാള്യത തോന്നി. ഓ, ഒരു ഉമ്മച്ചൻ വന്നിരിക്കുന്നു. ഐഷുമ്മ പിറുപിറുക്കുന്നത് കേട്ട് റസിയയ്ക്ക് ചിരി വന്നു. അവൾ ചിരി ഒതുക്കി ഷിബിലിയെ നോക്കി. ഉമ്മ ഇന്നലെ അപ്പുറത്തല്ലേ കിടന്നത്? അവൻ ചമ്മൽ മറച്ചു വെച്ച് ചോദിച്ചു. അത് ശരിയാ, ഇന്നലെ എൻ്റെ മുറിയിലാണ് കിടന്നതേ. പക്ഷെ ഇന്നു മുതൽ ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. എന്തേ, പറ്റൂലേ? ഐഷുമ്മ കനപ്പിച്ച് പറഞ്ഞു. ആ ഷൈജിൽ പോയപ്പോൾ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പെണ്ണിനെ ഇവിടെ തനിച്ച് കിടത്തിയാൽ ശരിയാവില്ല, എല്ലാം കള്ളന്മാരാ എന്നും പറഞ്ഞ് ഐഷുമ്മ അകത്തേക്ക് വന്നു. ഷിബിലയുടെ ചമ്മലോടെയുള്ള നിൽപ്പ് കണ്ടതും റസിയ അടക്കി ചിരിച്ചതും അവൻ അവളെയൊന്ന് കൂർപ്പിച്ച് നോക്കി. നിന്റെ എന്നെ കയ്യിൽ കിട്ടും മോളെ, അപ്പോൾ ഇതിനുള്ളത് കൂടെ ചേർത്ത് ഞാൻ എടുത്തോളാം. പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കാതോരം അവൻ പറഞ്ഞു. പ്രണയത്തിന് ഇത്ര മധുരോ? അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം മന്ത്രിച്ചു. നീ ഇനി എന്ത് പൂരം കാണാൻ നിൽക്കാ പെണ്ണേ, നിനക്ക് ഉറങ്ങാനായില്ലേ? ഐഷുമ്മയുടെ ശബ്ദം ഉയർന്നതും റസി വെപ്രാളപ്പെട്ട് ഡോറടച്ച് ബെഡിൽ വന്ന് കിടന്നിറങ്ങി. കണ്ണുകൾ ഉറക്കി പൂട്ടിക്കിടക്കുമ്പോഴും ആ ഒരുവൻ്റെ മുഖം മാത്രം മനസ്സിൽ നിറഞ്ഞു നിന്നു. ഇളം വെയിലിൻ്റെ മുഖം വെളിച്ചത്തേക്ക് അടിച്ചപ്പോഴാണ് റസിയ ഉണർന്നത്. എൻ്റെ റബ്ബേ, ഇന്നും നേരം വൈകിയല്ലോ. എങ്ങനെ വൈകാതിരിക്കും? ഇന്നലെ രാത്രി അവനെ ഓർത്ത് കിടപ്പായിരുന്നില്ലേ? ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും ഒട്ടും മങ്ങലില്ലാതെ ആ മുഖം തന്നെയാണ് മനസ്സിൽ നിറഞ്ഞു നിന്നത്. അവനെ ഓർമ്മ വന്നതും റസിയയുടെ കവിളുകളിൽ വീണ്ടും നാണത്തിൻ്റെ ചുവപ്പ് പടർന്നിട്ടുണ്ട്. ഐഷുമ്മ എണീറ്റ് പോയി. ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമെങ്കിലും വൈകി എണീറ്റതിന് തന്നോട് ആരുമൊന്നും പറയാറില്ലെങ്കിലും ഒരു വെപ്രാളമാണ് അവൾക്ക്. അത് ചെറുതിലെ അങ്ങനെ ശീലിച്ചത് കൊണ്ടാവും. പെട്ടെന്ന് എണീക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഐഷുമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഗർഭിണികൾ പതിയെ ചെരിഞ്ഞു കിടന്ന് വേണം എഴുന്നേൽക്കാനെന്ന്. എഴുന്നേറ്റിരുന്ന് ആദ്യം വാത്സല്യത്തോടെ ചെറുതായി വീർത്തു തുടങ്ങിയ വയറിലൊന്ന് തൊട്ടു. അത്രമേൽ വാത്സല്യം നിറഞ്ഞൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിലേക്ക് തുളുമ്പിയെത്തിയിരുന്നു. 4 മാസമായാലേ കുഞ്ഞ് ഇളകാൻ തുടങ്ങത്രേ. അതും ഐഷുമ്മ പറഞ്ഞു കൊടുത്തതാണ് അവൾക്ക്. അല്ലാതെ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് മറ്റാരുമില്ലല്ലോ. കുഞ്ഞാവേ, നീ എന്നാണ് ഇളകുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ തുടുപ്പ് ഈ ഉമ്മച്ചി എന്നാ അറിയുന്നത്? അവൾ കുഞ്ഞിനോടെന്ന പോലെ ചോദിച്ചു. റസി എഴുന്നേറ്റ് പുതപ്പ് മടക്കി വെക്കുന്ന അനക്കം കേട്ടാവും കണ്ണും തിരുമ്പി മോളൂട്ട് എഴുന്നേറ്റിരുന്നു. മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്നവൾ മേമിയെ നോക്കി ചിരിച്ചു. 2 പേരും പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ സമയം 8 മണിയോടെയായിട്ടുണ്ട്. ചെറിയ ചമ്മലോടെയാണ് റസിയ പുറത്തേക്ക് വന്നതെങ്കിലും അവിടെയുള്ളവരുടെ പെരുമാറ്റത്തിൽ യാതൊരു മുഷിച്ചിലും അവൾ കണ്ടില്ല. അടുക്കളയിൽ സാബിറയോടൊപ്പം നഷ്വയും ഉണ്ടായിരുന്നു. റസിയയെ കണ്ടതും നഷ്വ മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. റസിയ തിരിച്ചു. നഷ്വയുടെ പുഞ്ചിരി റസിയയുടെ ഹൃദയത്തെ തണുപ്പിച്ചിരുന്നു. ആ കുട്ടിക്ക് തന്നോടൊരു വിദ്വേഷം ഉണ്ടാവരുതെന്ന് പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചതിന് ഒരു കണക്കുമില്ല. സാബിത്ത പറഞ്ഞ കഥകളിലെ നായികയായ ഈ പാവം പെൺകുട്ടിയോട് നഷ്വയ്ക്ക് ഒരു തരിമ്പ് പോലും ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നില്ല. നഷ്ടപ്രണയത്തെ ഓർത്ത് നീറുന്ന മനസ്സിനോട് അവൾ 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഷിബിക്കയുടെ ഇണയാവാൻ എന്തുകൊണ്ടും തന്നേക്കാൾ യോഗ്യതയുള്ളവളാണ് റസിയ എന്ന്. കുളി കഴിഞ്ഞ് ഒരു ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ട് ഷോപ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തോടെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നവനെ റസിയ കിച്ചണിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എനിക്കൊരു ഉമ്മ തരുമോ കുഞ്ഞോളെ? ഇന്നലെ അവൻ കുസൃതിയോടെ പറഞ്ഞ മുഴമുത്തുകൾ ഇപ്പോഴും അവളുടെ കാതുകളെ ഇക്കിളിയാക്കി. നിമിഷ നേരം കൊണ്ടാണ് റസിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നത്. അവൻ്റെ കൂടെ എല്ലാവരും കഴിക്കാനിരുന്നു. കഴിച്ചു തീരുവോളം ഷിബിലി റസിയെ ശ്രദ്ധിച്ചില്ലെങ്കിലും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവനെ തേടുന്നുണ്ടായിരുന്നു. ഇന്നലെ എന്തായിരുന്നു കൊഞ്ചല്, ഇന്നിപ്പോൾ വീണ്ടും അന്യയായി പോയോ? ഒറ്റയ്ക്ക് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ സ്നേഹം, അല്ലാത്ത സമയം ജാടയാണ്. അവൻ്റെ ഭാവമാറ്റത്തെക്കുറിച്ച് നിരാശയോടെ ഓർത്ത് അവനെ നോക്കിയപ്പോൾ ഹൃദയം കൊണ്ട് പരിഭവം പറഞ്ഞു. പോകാൻ നേരം ഷിബിക്ക ഐഷുമ്മയോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. പിന്നെ മോളൂട്ടിയെ വാരിയെടുത്ത് 2 കവിളിലും ഉമ്മ വെക്കുന്നുണ്ട് വാത്സല്യത്തോടെ. അപ്പോഴേക്കും ആ കവിളിൽ വിരിയുന്ന നുണക്കുവിലേക്ക് കൗതുകത്തോടെ നോക്കിയിരുന്നു റസിയ. അവനെ ആദ്യമായിട്ട് കാണും പോലെ. പുറത്തേക്ക് നടക്കാനൊരുങ്ങിയവൻ എന്തോ മറന്നതുപോലെ അകത്തേക്ക് തന്നെ വന്നു. വല്ലാത്തൊരു മറിവേ തന്നെ എത്ര നിൻ്റേത്? ഐഷുമ്മ പറയുന്നതിന് എന്തോ മറുപടി പറഞ്ഞുകൊണ്ട് ചിരിച്ചു ഷിബിലി. അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവളുടെ അരികിലൂടെ പോകുമ്പോൾ ആരും അറിയാതെ അവളുടെ കയ്യിലൊന്ന് നുള്ളി അവൻ നൽകിയ കുഞ്ഞു വേദനയിൽ റസിയുടെ കണ്ണുകളൊന്ന് കൂർത്തു. വായ നോക്കുവാണല്ലേടി? നീ എന്നെ കുറേ നേരമായില്ല വായ നോക്കാൻ തുടങ്ങിയിട്ട്.
അവൻ്റെ കുസൃതി നിറഞ്ഞ നേർത്ത ശബ്ദം അടുത്ത് കേട്ടതും റസിയ മുഖം കുനിച്ചു. സത്യത്തിൽ ഇത്രയും നേരം അത് തന്നെയായിരുന്നല്ലോ പണി. ഛേ, അപ്പോൾ ഞാൻ ഇത്രയും നേരം നോക്കിയതൊക്കെ ആൾ കണ്ടിട്ടുണ്ടാവോ? അയ്യേ, നാണക്കേടായല്ലോ. ഈ പെണ്ണൊരു കോഴിയാണെന്ന് കരുതിയിട്ടുണ്ടാവോ ഷിബിക്ക? ആകെ ഒരു ചമ്മൽ അവളെ പൊതിഞ്ഞു. അതേ നിമിഷം തന്നെ വീണ്ടും അവൻ്റെ അത്തറിൻ്റെ ഗന്ധം അവളെ കടന്നുപോയി. പുറത്തേക്ക് ഇറങ്ങി ചെരിപ്പിടുമ്പോൾ വീണ്ടും അവൻ്റെ നോട്ടം അവളുടെ നേരെ വന്നു. ആരും കാണാതെ കണ്ണുറുക്കി ആ ചുണ്ട് കൂർപ്പിച്ച് കാണിച്ചതും റസിയുടെ ഹൃദയം കോരിത്തരിച്ചുപോയി. അവളുടെ കൺകോണിലേക്ക് സുഖമുള്ളൊരു നോവ് ഇരച്ചു വന്നു. ശരിക്കും അവൻ ഉമ്മ വെച്ചതുപോലെ തോന്നി അവൾക്ക്. റസിയ നാണത്തോടെ ചിരി തൂകി. ആ ചിരി കണ്ടതും അവൻ്റെ ഉള്ളം കുളിർത്തു. എപ്പോഴും കണ്ണുനീരുണങ്ങാത്ത ആ കവിളുകളിൽ ഇപ്പോൾ പ്രണയത്തിൻ്റെ തുടിപ്പ് അവനെ അറിയാൻ കഴിയുന്നുണ്ട്. ഇനി ആ ചുണ്ടിലെ ചിരി മയക്കാൻ ഇനി സമ്മതിക്കത്തില്ല പെണ്ണെ. അവൻ്റെ വാഹനം അകന്നു പോയപ്പോൾ മനസ്സിനകത്താകെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഇനിയിപ്പോൾ വൈകുന്നേരം ആവണ്ടേ ഒന്ന് കാണാൻ? അത്രയും സമയം അവനെ കാണാതെ തന്നെ കൊണ്ട് പറ്റില്ലെന്നോ? എന്താണ് റസിയ തനിക്ക് പറ്റിയത്? അവന് എന്ത് മന്ത്രം കാതിലോതി തന്നിട്ടാണ് ഇങ്ങനെ മാറ്റിയെടുത്തത്? അവൾ സ്വയം ചോദിച്ചു. ഷെറിൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഉപ്പ വന്ന അനിയത്തിമാരെയും അങ്ങോട്ട് കൊണ്ടുപോയി. ഉമ്മയുടെയും നെഞ്ചുവേദനയും ഉപ്പയുടെയും കൂടെപ്പിറപ്പുകളുടെയും അവഗണനയും ഗർഭിണിയായതിനുള്ള തുടക്കത്തിലുള്ള ആവശ്യകതകളും ഷെറിനെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവൾക്ക് അവരെ പോലെ തന്നെ ഉള്ളിൽ വരുന്ന കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ വയ്യ. കുഞ്ഞുണ്ടെന്ന് മറച്ചു വെച്ച് റംസാനെ ചരിക്കാനും വയ്യ. എന്തൊക്കെ സംഭവിച്ചാലും നിസാമിൻ്റെ അടുത്തേക്ക് പോകണമെന്നവൾ ഉറപ്പിച്ചിരുന്നു. തൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അയാൾ അടുത്ത് വേണമെന്നും അയാളെ ഉപ്പ എന്ന് വിളിച്ച് തൻ്റെ കുഞ്ഞ് വളരണമെന്നൊക്കെ ഏതൊരു മാതാവിനെ പോലും അവളും ആഗ്രഹിച്ചു. ആ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ അവൾക്കാകെ ഭ്രാന്തി പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വെച്ചത്. അനിയത്തിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ CP ഹോസ്പിറ്റലിലാണുള്ളത്. ഷെറിൻ റൂമിലേക്ക് ചെന്നതും ഉപ്പ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. ഹോ, നീ ചത്തോന്നറിയാൻ വന്നതാവുമെന്ന് തോന്നുന്നു നിന്റെ മൂത്ത മോള്. ഉപ്പ ഷെറിനെ കൊള്ളിച്ചുകൊണ്ട് ഉമ്മയോട് പറഞ്ഞതും അവളുടെ ഉള്ളമൊന്ന് പിടിച്ചു. കണ്ണ് നിറഞ്ഞു വന്നതും അവൾ ഷാളിൻ്റെ തുമ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു. കണ്ണുനീര് കാണിച്ചേ സിമ്പതി നേടാമെന്ന് ഇവിടെ ആരും കരുതി നിൽക്കേണ്ട. ഉപ്പ തറപ്പിച്ച് പറയുമ്പോൾ ഷെറിനെ മുഖത്ത് അടിയേറ്റതുപോലെ തോന്നി. തന്നോട് എന്തൊരു സ്നേഹമായിരുന്നു ഉപ്പക്ക്. ഇന്ന് തന്നോടും വെറുപ്പ് മറ്റൊന്നിനോടും ഇല്ലെന്ന് തോന്നും. അത്രയ്ക്കുണ്ട് ദേഷ്യം. ഇതിനെല്ലാം കാരണം തൻ്റെ വഴിവെട്ട പ്രവൃത്തികളാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. അന്ന് എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം എന്നോട് പറഞ്ഞതാ പെൺകുട്ടികളെ ഇങ്ങനെ കയറൂരി വിടാൻ പാടില്ലെന്ന്. ഞാൻ വളർത്തിയ എൻ്റെ മക്കളോടുള്ള അമിതമായ വിശ്വാസം കാരണം മറ്റുള്ളവരെ വാക്കെല്ലാം തള്ളിക്കളഞ്ഞു ഞാൻ. ഇത് ഇത്രയൊന്നും തൻ്റെ മകൾ ചെയ്തു വെക്കുമെന്ന് ഓർക്കാതെ പോയ ഞാൻ തന്നെയാണ് വിഡ്ഢി. അവസാന വാചകങ്ങൾ പറയുമ്പോൾ ആ പിതാവിൻ്റെ സ്വരം ഇടറിയിരുന്നു. ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടത്തിന് നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. ഞാൻ നിൻ്റെ പുറകെ വരില്ല. എനിക്കിനി 2 പെൺമക്കളേയുള്ളൂ. അത്രയും പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഷെറിൻ തളർച്ചയോടെ അനിയത്തിമാരുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവരുടെ മുഖവും പുച്ഛത്തോടെ തിരിച്ചു കളഞ്ഞു. ചില ദിവസങ്ങളിൽ ഷിബിക്ക ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാറുണ്ട്. ആ ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഇന്നിനി വരുമോ ആവോ? റസിയയുടെ മിഴികൾ ഇടയ്ക്കിടെ ക്ലോക്കിലേക്ക് നോക്കി. സാബിത്തയുടെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കിയാലോ? അയ്യേ, മോശമാവൂലേ ഇത്രയും ദിവസം വിളിക്കാതെ ഇന്ന് അങ്ങോട്ട് കയറി വിളിച്ച ഷിബിക്ക എന്തു കരുതും? വേണ്ട. അതിന് ഇത്ര ദിവസം ഉണ്ടായ പോലെയാണ് ഇപ്പോൾ ഷിബിക്കയും റസിയയും. ഹൃദയം അവളോട് കലഹിച്ചു. ഒന്ന് വിളിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു റസിയ. സാബിറയുടെ ഫോണെടുത്ത് എന്തോ കള്ളം ചെയ്യുന്ന ഫീലോടെ ചുറ്റിലും നോക്കി. പിന്നെ പതിയെ അടുക്കള തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. അവസാനമായിട്ട് സാബിറ വിളിച്ചത് ഷിബി എന്ന നമ്പറിലാക്കായത് കൊണ്ട് നമ്പർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായില്ല. അപ്പോഴും വിളിക്കണോ വേണ്ടയോ എന്നൊരു പിടിവില് മനസ്സിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും വിളിക്കാതെ വൈകുന്നു തോന്നി. ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു പരിഭ്രമണം. വിളിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ആദ്യ റിങ് അവസാനിക്കും വരെ അവൻ കോൾ എടുത്തില്ല. റസിയ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചുവിട്ട് അടുക്കളയിലേക്ക് കയറാനൊരുങ്ങിയതും ആ ഫോൺ റിങ് ചെയ്തു. എടുക്കണോ വേണ്ടയോ എന്നൊരു ചിന്തയോടെ നിൽക്കുമ്പോൾ ഫോൺ പിടിച്ച ഉള്ളംകൈ വിറച്ചു. ശബ്ദം കേട്ട് സാബിക്ക എങ്ങാനും വന്നാലോ? എന്തിനാണ് അങ്ങോട്ട് വിളിച്ചതെന്ന് ഷിബിക്ക ചോദിച്ചാൽ ആകെ ചമ്മിപ്പോകുമല്ലോ പഠിച്ചോനെ എന്നോർത്തതും അവൾ ഫോണെടുത്ത് ചെവിയോരം ചേർത്തു. ആ ഹൃദയത്തിനപ്പുറം അവനുണ്ട്, തൻ്റെ പ്രിയപ്പെട്ടവൻ. ആ ഓർമ്മയിൽ പോലും റസിയുടെ ഉള്ളം തുടിച്ചു. ഹലോ ഇത്ത, പറയൂ. അവൻ്റെ ശബ്ദം കാതിലേക്ക് എത്തിയതും അവൾ വെപ്രാളപ്പെട്ടു. എന്താണ് അവനോട് പറയേണ്ടത്? അവൾക്കാകെ ഒരു പരിഭ്രമം. ചോദിക്കണമെന്ന് കരുതിയത് പോലും മറന്നുപോയി. ഇത്ത,
കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഷിബിലി വീണ്ടും വിളിച്ചു. തൊണ്ടയിൽ നിന്നൊരക്ഷരം പുറത്തു വരാതെ റസിയ പതർച്ചയോടെ നിന്നു. അപ്പുറത്ത് നിൽക്കുന്നവരുടെ ശ്വാസം അവൻ തിരിച്ചറിഞ്ഞു. അവളുടെ പരിഭ്രമിച്ച് ചുവന്ന പൂമുഖവും കടിച്ചെടുക്കാൻ തോന്നുന്ന കവിൾത്തടങ്ങളും മനസ്സിൽ തെളിഞ്ഞതും അവനറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. കുഞ്ഞോളെ. കാതോരം അവൻ്റെ നേർത്ത ശബ്ദമെത്തിയതും റസിയയ്ക്കൊരു ഉൾക്കിടലമുണ്ടായി. അടിവയറിൽ നിന്ന് ഒരു 100 ചിത്രശലഭങ്ങൾ ചിറകടിച്ച് പറന്നു വരും പോലെ. എന്തിനാടി വിളിച്ചത്? പറ. മോളൂട്ടിയോടെന്ന പോലെ അവൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അത് ഞാനേ ശബ്ദമൊന്ന് കേൾക്കാൻ. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് മനസ്സിൽ തോന്നിയത്. അവൻ്റെ മനസ്സിൽ മഞ്ഞു വീണു. അതെന്തിനാടോ എൻ്റെ ശബ്ദം കേൾക്കുന്നേ? അവൻ്റെ കുസൃതിയോടെയുള്ള ചോദ്യം. റസിയ നാണത്തോടെ ഭിത്തിയിലേക്ക് ചാരി നിന്ന് നഖം കടിച്ചു. അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? വീണ്ടും അവൻ്റെ സ്വരം. റസിയ നാണത്താൽ പൂത്തലഞ്ഞു പോയി. അവൾ ഇതുവരെ അറിയാത്തൊരു പ്രണയം, ഇതുവരെ രുചിക്കാത്ത മധുരം. അവൾക്ക് ആ ഒരുവനോട് ഒത്തിരി ഇഷ്ടം തോന്നിപ്പോയി. അതെ, അവൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അത് മതിയല്ലോ അവൻ്റെ ഉള്ളം നിറയാൻ. മൂളാതെ പറ പൊന്നെ. ഒത്തിരി ഇഷ്ടമാണോ എന്നെ? വീണ്ടും കള്ളച്ചിരിയോടെ ചോദിച്ചു. അതെ, എനിക്കിഷ്ടമാണ്, അവൾ പതിയെ ശബ്ദത്തിൽ പറഞ്ഞു. ശരിക്കും? ഒത്തിരി ഇഷ്ടമാണ്, എൻ്റെ ജീവനേക്കാൾ. ഒരു ആവേശത്തിൽ പറഞ്ഞു തുടങ്ങിയവൾ ഇടർച്ചയോടെ നിർത്തി. എനിക്ക് ഈ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോടാണെന്ന് അവനോട് പറയുമ്പോഴേക്കും സന്തോഷം കൊണ്ട് താൻ കരഞ്ഞു പോകുമോ എന്ന് ഭയന്നവൾ വേഗം വിഷയം മാറ്റി. ഇന്ന് ഫുഡ് കഴിക്കാൻ വരുമോ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. വരണോ? കുസൃതിയോടെയുള്ള അവൻ്റെ സ്വരം. റസിയുടെ ഹൃദയം പെരുമ്പാർ കൊട്ടി. അത് പിന്നെ ഞാനേ ഷിബിക്ക് വരുന്നുണ്ടോയെന്നറിയാൻ അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞപ്പിച്ചു. പറ്റുമെന്ന് തോന്നില്ലടാ, ഷോപ്പിൽ നല്ല തിരക്കാ, ഞാൻ വെക്കുവാണേ. അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ വല്ലാത്തൊരു നിരാശ അവളെ പൊതിഞ്ഞു. ഒന്ന് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞല്ലോ. ഈ കാത്തിരിപ്പിനുമുണ്ടൊരു സുഖം. പുഞ്ചിരിയോടെ ഓർത്തവൾ ഫോണുമായി അകത്തേക്ക് കയറി. അടുക്കളയിൽ ഐഷുമയെ കണ്ടതും റസിയ ഒന്ന് പതറി. അവളുടെ മുഖത്തെ ചോര ചുവപ്പും ചുണ്ടിലെ പുഞ്ചിരിയും കണ്ട് ഐഷുമ്മയുടെ മനസ്സുമൊന്ന് കുളിർത്തുവെങ്കിലും അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി ഐഷുമ്മ. ഷിബിയാണ് വിളിച്ചതെന്ന് ഐഷുമ്മ ചോദിച്ചപ്പോൾ റസിയക്ക് അങ്ങ് വല്ലാതായി. എന്തിനെന്നറിയാത്തൊരു ചമ്മൽ. അതെ, ഷിബിക്കയാണ്. പതിയൊന്നും മൂളിയവൾ. ഗർഭിണിയാണെന്ന് ഓർമ്മ വേണം കേട്ടോ. നിന്റെ ശരീരം നീ വേണം ശ്രദ്ധിക്കാൻ. ആണുങ്ങൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കൊഞ്ചാനും കുഴയാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. മുഖത്തൊരു ഗൗരവം വരുത്തി പറഞ്ഞുകൊണ്ട് ഐഷുമ്മ അവിടെ നിന്ന് പോയി. റസിയ നിലത്തേക്ക് മുഖം കുനിച്ചു അവിടെ തന്നെ നിന്നു. വാതിൽക്കലെത്തിയതും ഐഷുമ്മയെന്ന് തിരിഞ്ഞു നോക്കി. പടച്ചോനെ, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഇനിയിപ്പോൾ കരയാൻ നിൽക്കാണോ ആ പെണ്ണ്? ഐഷുമ്മയുടെ ചുണ്ടിലേക്കൊരു ചിരിയെത്തി. ഒത്തിരി സ്നേഹം തോന്നിപ്പോയി ആ പെണ്ണിനോട്. അവൻ്റെ ഉപ്പാനെ പോലെയാ. അവനെ പള്ളയിലുള്ള സമയത്തെ മൂപ്പയുടെ ഉമ്മാൻ്റെ കൂടായിരുന്നു എൻ്റെ കിടപ്പ്. എന്നിട്ടും ഇരുട്ടത്ത് പാത്തും പതുങ്ങി വരും ഐഷുവിനെ വിളിച്ച്. ആ ഓർമ്മയിൽ അപ്പോഴും ഐഷുമ്മയുടെ മുഖത്തൊരു നാണം വിരിഞ്ഞു. റസിയ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ നിഷ്വയും മോളൂട്ടിയും ഇരിപ്പുന്നുണ്ട്. റസിയയും അവരുടെ അരികിലിരുന്നു. മോളൂട്ടി അവരുടെ ബ്ലോക്സ് വെച്ച് വീടുണ്ടാക്കിയാണ്. നിഷ്വയും ഉണ്ട് സഹായത്തിന്. രണ്ടും ഒരേ പ്രായമാണെന്ന് തോന്നും. റസിയ അവരെ നോക്കിയിരുന്നു. മുറ്റത്ത് വന്ന് നിർത്തിയ വാഹനത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് മോളൂട്ടി അബ്ബ എന്ന് വിളിച്ച് പുറത്തേക്ക് ഓടുന്നത് കണ്ട് റസിയയുടെ ഹൃദയം തുടിച്ചു. ഷിബിക്ക് വരൂലെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് എങ്ങെത്തിയോ? റസിയയും വാതിൽക്കലേക്ക് നടന്നു. ചിരിയോടെ ഇറങ്ങി വന്ന് മോളൂട്ടിയെ പൊക്കി എടുത്ത് വട്ടം കറക്കുന്നവനെ കണ്ടതും അവളുടെ ഹൃദയം തുളുമ്പി. അവൻ മുഖമുയർത്തി നോക്കിയതും റസിയ വാതിലിൻ്റെ പുറകിലേക്ക് മറഞ്ഞു നിന്നു. ഷിബിലി മോളൂട്ടിയോട് എന്തോ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതും അവൻ കാണും മുമ്പേ റസിയ അടുക്കളയിലേക്ക് വലിഞ്ഞു. നഷ്വിയോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഷിബിലി കാണുന്നുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ ഒളിച്ചുകളി. ഈ പെണ്ണിത് അവന് വിളമ്പിയതൊക്കെ ഐഷുമ്മയാണ്. റസിയ അടുക്കളയിൽ തന്നെ ചുറ്റി തിരിഞ്ഞു നിന്നു. ഇടയ്ക്ക് അവനെ ഒന്ന് നോക്കും. അങ്ങോട്ട് ചെല്ലാനും അടുത്തിരിക്കാനൊക്കെ കൊതിയുണ്ടെങ്കിലും ഐഷുമ്മ നേരത്തെ പറഞ്ഞ വാക്കുകളാണ് പിന്നോട്ട് വലിക്കുന്നത്. ഞാനാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഐഷുമ്മ പറഞ്ഞില്ലേ? എന്നിട്ടും അനുസരിക്കാതെ ഞാൻ അങ്ങോട്ട് ചെന്ന് ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ആ ഉമ്മ കരുതിയാലോ? ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് ആ ഉമ്മ പറഞ്ഞാലോ? വേണ്ട, ഇനി ഞാനായിട്ട് അടുക്കാനൊരു അവസരം ഉണ്ടാക്കുന്നില്ല. ഷിബിക്കയുടെ മഹർ കഴുത്തിൽ അണിയും വരെ ഈ റസിയ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓരോന്ന് ഓർത്തുകൊണ്ട് റസിയ പതിയെ അടുക്കള തിണ്ണയിലേക്ക് ഇറങ്ങി നിന്നു. നീ എത്ര സമയം ഇങ്ങനെ ഒളിച്ചു നിൽക്കും കുഞ്ഞോളെ? കാതോരം അവൻ്റെ നേർത്ത ശബ്ദമെത്തിയതും റസിയയുടെ കണ്ണുകളൊന്ന് പിടച്ചു.
ഭിത്തിയോട് ചാരി തന്നെയും നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നുണ്ടൊരുവൻ. ഷിബിക്കയുടെ മണം ചുറ്റിലും പരന്നു. റസിയക്ക് ആ മണം ഒത്തിരി ഇഷ്ടമാണ്. ഷിബിക്ക വരില്ല, തിരക്കാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു പുഞ്ചിരിയോടെ ചോദിക്കുമ്പോഴും ഐഷുമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് തികട്ടി വന്നു. അത് ശരി, ഞാൻ വന്നതപ്പോൾ ഇഷ്ടമായില്ലേ? വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തി നീയല്ലടി കള്ളി. അവൻ കുസൃതിയോടെ അവളുടെ കവളിലൊന്ന് തട്ടി. റസിയ ഒരു ചൂട് പിന്നിലേക്ക് നീങ്ങി. ഞാൻ വെറുതെ. അവൾ മുഖം താഴ്ത്തി. വെറുതെ എന്നോ? നീ ഇവിടെ എന്നെയും കാത്തിരിക്കുകയാണെന്ന് പറയാതെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വേഗം വന്നത് മോളൂസേ. അതുകൊണ്ടല്ലേ ഞാൻ തിരക്കിനിടയിലും ഓടി വന്നത്. എൻ്റെ പെണ്ണിവിടെ കാത്തിരിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിയോ? അവൻ അവളുടെ കുനിഞ്ഞു പോയ മുഖം പിടിച്ചുയർത്തി. ഷിബിലി ചുറ്റിലും ഒന്ന് നോക്കി. ഇന്നലെ രാത്രി ഞാനൊരെണ്ണം ചോദിച്ചപ്പോൾ തരാൻ പറ്റിയില്ലല്ലോ, ഇപ്പോൾ പറ്റുമോ? പറ്റില്ലെന്ന് പറഞ്ഞാൽ ഷിബിക്ക് വിഷമിക്കുകയോ? തന്നോട് ദേഷ്യം തോന്നുമോ എന്നുള്ള ചിന്തയാണ് ഒരു വശത്ത്. ഐഷുമ്മ പറഞ്ഞത് നിസ്സാരമാക്കി വിട്ടുകളയാനും പറ്റില്ല. അവനെ നിരാശനാക്കുന്നത് ഓർത്തപ്പോൾ അവളുടെ മനസ്സിന് പിടച്ചു. വേണ്ട ഷിബിക്ക, ആരെങ്കിലും കാണും. അതുമാത്രമല്ല, നിക്കാഹ് കഴിയാതെ ഇങ്ങനെയൊക്കെ ദേഹത്ത് തൊടുന്നതും ഒക്കെ തെറ്റല്ലേ? ഒട്ടൊരു പരിഭ്രമത്തോടെ ചോദിക്കുന്ന പെണ്ണിനെ കണ്ട് ഷിബിലി ഒന്ന് നോക്കി. നീ നിക്കാഹ് കഴിഞ്ഞിട്ട് മതി ഇങ്ങനെയൊക്കെ, ഇനിയും സമയമുണ്ടല്ലോ. ഷിബിക്ക, ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. അവൻ്റെ മുഖത്ത് നോക്കാതെ പതർച്ചയോടെ പറഞ്ഞു റസിയ. അവൻ്റെ കൈ ഭിത്തിയിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അറിഞ്ഞപ്പോൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഷിബിലി. ആ മുഖത്തെ തെളിച്ചം മങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ എന്താ പറ്റിയത് എൻ്റെ കൊച്ചിനെ? നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതിനു മുമ്പ് ഞാൻ അടുത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ വിശ്വാസമില്ലാതായോ നിനക്ക്? അവസാന വാചകം ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരത്തിൽ ഒരു നോവ് കയറിയത് റസി അറിഞ്ഞു. നിന്നോട് ഇഷ്ടം കൂടെ നിന്നെ ചീത്തയാക്കി ഒടുവിൽ നിസാം ചെയ്തതുപോലെ നിന്നെ വലിച്ചെറിയും ഞാനെന്ന് കരുതിയോ നീ റസിയ? ഷിബിലി ചോദിച്ചു തീരും മുമ്പേ റസിയ അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിന് മീതെ വെച്ചു കളഞ്ഞു. ഇനി അങ്ങനെയൊന്നും പറയരുതെന്ന് തല അനക്കി കാണിച്ചു. എന്തോ ഷിബിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ റസിയക്ക് വല്ലാത്തൊരു വേദനയുണ്ടായി. എനിക്കെൻ്റെ ഷിബിക്കയെ വിശ്വാസമാണ്. ഈ ലോകത്ത് മറ്റൊരെക്കാളും എനിക്കിപ്പോൾ വിശ്വാസമുള്ളത് നിങ്ങളെയാണ്. അത് പറയുമ്പോൾ റസിയയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ.